ശ്രീ എൻ ശ്രീകുമാർ കോൺഗ്രസിനെ നല്ലവണ്ണം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് സഹയാത്രികനും കൂടിയാണല്ലോ ശ്രീ എൻ ശ്രീകുമാർ. ഇവിടെ ഞാൻ ഡോക്ടർ ശിവദാസിനോട് ചോദിച്ചു വന്നത് എന്താണ് ഇടതുപക്ഷം CPM ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ വരുമ്പോൾ കാണുന്ന അപകടങ്ങൾ എന്നാണ്. അക്കാര്യത്തെ എങ്ങനെയാണ് അവരുടെ സ്വാധീനമുള്ള മേഖലകൾ എങ്കിലും അവർ നേരിടുന്നത്, അവരുടെ നിലപാടെന്ത് എന്നാണ്. ഈ രാജ്യം ഭരിച്ച പാർട്ടി, ഒരുപാട് കാലം ഭരിച്ച പാർട്ടി, അടുത്തത് ഭരണത്തിലേക്ക് പോകുമ്പോൾ നേതൃത്വം കൊടുക്കാൻ തങ്ങളാണ് മുമ്പിലുള്ളതെന്ന് അവകാശപ്പെടുന്ന പാർട്ടി ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഭരണത്തിൻ്റെ വക്കത്ത് നിൽക്കുകയോ ചില സംസ്ഥാനങ്ങൾ ഭരിക്കുകയോ ചെയ്യുന്ന പാർട്ടി, അതാണ് കോൺഗ്രസ് പാർട്ടി. ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ആശങ്കകൾ ഇതേപോലെ തന്നെ പങ്കുവെക്കുന്നുണ്ടോ? അവർ ഈ രീതിയിൽ തന്നെയുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഡോക്ടർ ലാല്, AICCയുടെ പ്രഖ്യാപിത നിലപാടാണ് പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് നടപ്പാക്കില്ല എന്ന്. അത് ഒരുപാട് കാലമായിട്ട് കോൺഗ്രസ് പറഞ്ഞു തുടങ്ങുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും AICC വ്യക്തമാക്കി, ഇത്തവണ അധികാരം കിട്ടിയാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള വിജ്ഞാപനം എല്ലാം എടുത്ത് അറബിക്കടലിൽ എറിയുമെന്ന് കേരളത്തിലെ KPCC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്, AICCയും പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പരിഹസിച്ചിട്ടുണ്ട് അവരെ. അമ്പലവും പള്ളിയും ഒക്കെ കൊണ്ട് മാത്രമേ വോട്ട് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ഇക്കാര്യത്തിൽ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കാണുന്നില്ല. ഇതില് രാഷ്ട്രീയ പ്രശ്നമാണോ ഭരണഘടനാ പ്രശ്നമാണോ എന്നുള്ളതാണ് പല വിധത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ BJP ഒക്കെ പറയുന്നത് ഭരണഘടനാപരമായ പ്രശ്നമായിട്ട് മാത്രം ഉയർത്തിക്കൊണ്ടുവരിക. പക്ഷേ കോൺഗ്രസും മറ്റു കക്ഷികളും ഇതിലത്തെ രാഷ്ട്രീയ ദുഷ്ടലാക്ക് കാണുന്നുണ്ട്. എന്താണ് രാഷ്ട്രീയ ദുഷ്ടലാക്ക്? ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഒരുപാട് കടമ്പകൾ ഗവൺമെന്റിനെതിരെ വരുന്നു. ആ കടമ്പകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് പല മാർഗങ്ങൾ BJP നോക്കുന്നു. എല്ലാം പരാജയപ്പെടുന്നു. സുപ്രീം കോടതിയിൽ നട്ടലുള്ള ന്യായാധിപന്മാർ ഉള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ സത്യസന്ധമായ ഉത്തരവുകൾ ഉണ്ടാകുന്നു. അതിനിടയ്ക്ക് അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ച് അതൊരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റുന്നു. പക്ഷെ അത് പരാജയപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസികൾ പോലും അതിലത്തെ രാഷ്ട്രീയത്തെ വേർതിരിച്ച് കാണുന്നു. ശങ്കരാചാര്യ മഠങ്ങളിലെ മഠാധിപന്മാർ അതിലത്തെ രാഷ്ട്രീയം വേർതിരിച്ച് കാണുന്നു. ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഹിന്ദുക്കളിൽ കൂടുതൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ ആയിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊരു നാഷണൽ പൗരത്വ രജിസ്റ്റർ വേണ്ടേ? അത് ആസാമിൽ നടപ്പാക്കിയിട്ടുണ്ടാക്കിയ പുരുവാലൊക്കെ നമുക്കറിയാം. ആ രജിസ്റ്റർ ഉണ്ടാക്കണ്ടേ? എന്നിട്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്നൊരു വിജ്ഞാപനം ഇറക്കിയിട്ട് ഗവൺമെന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമ്മൾക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് വരുന്ന ഹൈക്കോടതി വകുപ്പിൽ ഹാജരാക്കി. അവരെ വിളിച്ചു സുപ്രീം കോടതി. ഇന്ന് ഹാജരാക്കിയില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് ഹാജരാക്കി. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിവെച്ച പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട്. ഈ NRC നടപ്പിലാക്കണം എന്നാണോ കോൺഗ്രസിന്റെ നിലപാട്? അത് നടപ്പിലാക്കിയ സ്ഥലമുണ്ട് ഇവിടെ. ആസാമിലൊക്കെ നടപ്പിലാക്കിയിട്ട് എന്ത് സംഭവിച്ചു എന്നതിന്റെ ഒരു ദുരന്തവും കൂടി ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, NRC നടപ്പാക്കുക എന്നുള്ളത് NRC ആണെങ്കിൽ ആസാമിൽ എന്താ NRCയിൽ പ്രശ്നം വന്നേ? സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് NRC അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ BJP ഉദ്ദേശിച്ച രീതിയിലല്ല അവിടുത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞത്. കാരണം ഒരുപാട് പേര് 10-20 ലക്ഷത്തില് ഏതാണ്ട് 10-18 ലക്ഷത്തോളം പേരൊക്കെ പുറത്തായപ്പോൾ അവരെ അതിലധികം ഹിന്ദുക്കളാണെന്നുള്ളൊരു പഠന റിപ്പോർട്ട് അവർക്ക് കിട്ടി. അതല്ല അവിടുത്തെ പ്രശ്നം ഉണ്ടായത്. അത് വേറൊരു വിഷയമാണ്. കാരണം ആസാമിലൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ 1985 ആസാം കരാർ തൊട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കേണ്ടി വരും. അതിനുശേഷമുള്ള ഗവൺമെന്റുകളുടെ നിലപാട് എടുക്കേണ്ടി വരും. അത് മതിക്കട്ടെ. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു മതേതര രാഷ്ട്രമാണ്. ഒരു മതേതര രാഷ്ട്രത്തിൽ മതത്തെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ പൗരന്മാരെ നിശ്ചയിക്കുന്നു എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണഘടനാ പ്രകാരമുള്ളതും രാഷ്ട്രീയമായ പ്രശ്നമെന്നും പറഞ്ഞത്. ഭരണഘടനാ പ്രകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആർട്ടിക്കിളൊക്കെ എടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്യുക. കാരണം BJP ഇപ്പോൾ അതാ കൊണ്ടുവരുന്നത്. ഒരുപാട് ആർട്ടിക്കിളിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്, ഇന്ന രീതിയിൽ എന്നൊക്കെ. പക്ഷെ തുല്യത എന്നുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. 14-15 ഒക്കെ ആയിട്ട് കൃഷ്ണാസ്ത്രക്ക് നന്നായിട്ട് അറിയാതെ. തുല്യത, ആ തുല്യതയിലാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ കോൺഗ്രസ് അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് സത്യസന്ധമാണ്. വോട്ട് കിട്ടാനുള്ള നീക്കമൊന്നുമല്ല.
പൗരത്വ ഭേദഗതി നിയമത്തെ എതിരാണെന്ന് പറയുകയും അതിനെതിരെ സമരം ചെയ്തവർക്കെതിരെ കേസെടുത്തിട്ട് കേസ് പിൻവലിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്തപ്പൊന്നും കോൺഗ്രസിനില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. ഈ നിയമം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുന്നുള്ളത്, അതിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ ഇതിൽ ഇല്ല, അത് കേരളത്തിൽ ഇപ്പോൾ താങ്കൾ കേരളത്തിലെ സർക്കാരിനെ കുറിച്ചാണ് ഒന്ന് കുത്തി പറഞ്ഞതെങ്കിൽ കേരളത്തിലെ സർക്കാർ ആ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാരണവശാൽ കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം ഇവിടെയുള്ള പല വിഭാഗങ്ങൾക്കും ഉണ്ട് താനും. അതിനിടയിൽ ഈ പൗരത്വ ഭേദഗതിയെ സംബന്ധിച്ചുള്ള സമരത്തിന് പോയവരെ പേരിൽ കേസ് വന്നു എന്നുള്ളതാണ് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇതിനിടയിൽ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അതല്ലാതെ മറ്റേ അനേകം കുറ്റങ്ങളുടെ പേരിലുള്ള കേസുകൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ക്രമസമാധാനം നോക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ പ്രശ്നത്തിലുള്ള നിലപാടാണ് അവിടെ ചർച്ചയാകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.